ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മളൊരു വൃത്തിയാക്കൽ വീഡിയോ ആണ്. വൃത്തിയാക്കൽ ഇതെപ്പോൾ അടിച്ചു വാരുന്നതാണ്. അപ്പം ഇന്ന് വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് അടിച്ചു വാരുന്നതല്ല കേട്ടോ. ഇത് കോഴികൾ ഒരുപാട് കോഴി ഉണ്ടായതുകൊണ്ട് തന്നെ കോഴികൾ ഫുള്ള് ചകഞ്ഞിട്ട് കുറേ കല്ല് ഇങ്ങനെ വന്നിട്ടുണ്ടേ. അപ്പം മിന്നുവെല്ലാം ചെരുപ്പിടാതെ നടക്കുകയാണ്. ഇതിലേക്കൂടെ നടക്കുന്ന സമയത്ത് കാക്കെല്ലാം കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടല്ലേന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അടിച്ച് വാരിയിട്ട് ഒന്ന് ആ ചരലൊക്കെ കോരിയെടുത്ത് കളയണമായിരുന്നു. അപ്പം ഇന്നത്തെ കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നത്, എപ്പം മടി പിടിച്ച് പോവും. ഇപ്പോൾ കുറേ ആയി എന്ന് വെച്ചാൽ കാലിന് ഫംഗസ് ഈ മണ്ണിൽ കളിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് എല്ലാ മണ്ണുമായിട്ടുള്ള പരിപാടികളെല്ലാം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനിയിപ്പം കാലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഇനി മുതൽ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. എൻ്റെ പൂന്തോട്ടമൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ടാണുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കുറച്ച് കാടേനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം കാടക്കുഞ്ഞുങ്ങൾ ആ ഒരു കൂട്ടിലുണ്ട്. അപ്പം അവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എൻ്റെ ചോട്ടിൽ പുളി വീഴുന്നുണ്ട്. അപ്പം പുളി വീഴുന്നതൊന്നും കിട്ടുന്നില്ല. പ്ലാവിൻ്റെ ഇല ഉണങ്ങിയതായതുകൊണ്ട് തന്നെ പുളി ഏത് പ്ലാവില ഏത് ഒന്നും തിരിയുന്നില്ല. അപ്പോൾ അടിച്ച് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പുളിയൊന്നും കിട്ടില്ല. പിന്നെ ആ പിള്ളേർ കയറി ചവിട്ടിയിട്ടും ആക്കിയിട്ടെല്ലാം പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും അടിക്കുന്നത്. അല്ല, മഴക്കാലത്ത് ഞാൻ ഒന്നരാടൻ രീതിയിൽ അടിക്കുന്നത്. നല്ല പുളിയാണ്, സൂപ്പർ പുളിയാണ്. അപ്പോൾ ചുരണ്ടി എടുത്ത് നമ്മൾ ഈ കല്ലും കൂട്ടെല്ലാം വൃത്തിയാക്കാൻ പോവുകയാണേ. ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് ഈ ഒരു കല്ല്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും നല്ല വൃത്തിയായി കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ഞാൻ വൃത്തിയാക്കിയാണല്ലോ, നമ്മളെ കൊണ്ട് ഇങ്ങനെയെല്ലാം പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ആനന്ദമാണ്. അതുപോലെ നമ്മളെ ശരീരം ഒന്ന് ഇളകി പണിയെടുക്കുന്ന അത്രയും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. എത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പം ഇല്ല കാലത്ത് നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. എൻ്റെ ഈ ഒരു വൃത്തിയാക്കൽ എന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. ഇങ്ങനെ വൃത്തിയാക്കുന്നതൊന്ന് വീഡിയോ എടുക്കണമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊന്നും ആരും കാണുന്നുമില്ല. അപ്പം എന്തെങ്കിലും ഒരു പ്രയോജനം ആർക്കെങ്കിലും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ആർക്കെങ്കിലും പണിയെടുക്കാൻ തോന്നുകയാണെങ്കിൽ അതെനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് വീടും പരിസരമൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കാൻ ഒന്ന് ശ്രമിക്കുക. കാരണം നമ്മളങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു സുഖമാണ്. കാണുമ്പോൾ ആയാലും എല്ലാം കൊണ്ടും നമ്മൾ നല്ല രസമുള്ള കാര്യമാണ്. അപ്പം ഒരുപാട് ഫുള്ളായിട്ട് ചരലെടുക്കാൻ പറ്റിയിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് വൃത്തിയാക്കിയത്? എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് പറയണം. പിന്നെ മിറ്റവും കുറച്ച് ഇപ്പുറത്തെ ഭാഗങ്ങളൊക്കെ അടിച്ച്, പിന്നെ കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ വെള്ളം അടിച്ച്. അപ്പോഴത്തേക്കുണ്ട് ചെറിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. ഏതായാലും വെള്ളം അടിക്കാൻ തുടങ്ങിയതല്ലേ, അപ്പം വെള്ളം അടിച്ച് തീരട്ടേന്ന് വെച്ച് കുറച്ചും കൂടി അടിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ടാറ്റാ.